കളിച്ചു. ചേട്ടമ്പി, താൻ ആള് കൊള്ളാവല്ലോടൂ. താൻ കളിക്കാൻ വന്നിരിക്കല്ല, മറ്റുള്ളവരെ കളിപ്പിക്കാൻ വന്നിരിക്കല്ലേ? കൊച്ചുമൂപ്പൻ അടിക്കാനുള്ള ചീട്ട് കൃത്യമായിട്ട് ഇട്ട് കൊടുക്കും. പരാതി പറയേണ്ടത് കാഴ്ചക്കാരനല്ല, കളിക്കാരനാ. അത് നേര്. ചേട്ടമ്പി, ആ കൈ ഒരു കൈ ഞാനിരിക്കാം. ഞാനില്ല. വാ. നീ ഇങ്ങോട്ടെ. ആശാന്റെ കൂടെ. ഏതാശ? അവനെന്തോ നിന്നെ കുടിപ്പൽ കൊടുത്ത് പഠിപ്പിച്ചോടാ? ഇല്ല. അവിടെ പിടിയാന, ഇവിടെ കൊമ്പനാന, നടുക്കൊരു കുഴിയാന. എന്നോട് പൊറുക്കണം കൊച്ചേട്ടാ, എന്നെ എടുത്തോ ചേട്ടാ. എല്ലാവരും കരുതി ഡയമണ്ട് കീറിയെന്ന്. ഡയമണ്ട് കീറിയിട്ടില്ല, ഡയമണ്ട് കീറിയിട്ടേ ഉള്ളൂ. മുരുകപ്പ, ആരാടാ ഇവിടെ കൊച്ചുമൂപ്പൻ? എന്റെ രാഘവൻ കൊച്ചാട്ടന്റെ ഒരു രോമത്തിന് വിലയില്ല കൊച്ചുമൂപ്പനും അവന്റെ അപ്പം മൂപ്പനും. ചോര നീരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വാടാ എന്റെ കൊച്ചാട്ടനെ എതിർക്കാൻ. ചേട്ടമ്പി, എന്തുവാ ഇത്? ചില്ലറ വരട്ടൽ. വെട്ടിച്ചിറ ഡൈവൻ. എടാ പൊന്നു മോനെ, മേലാ വെള്ളം അടിച്ചോണ്ട് കവലയിലോ ചന്തയിലോ കയറുകയോ ഇമാതിരി നമ്പറുകൾ കാണിക്കുകയോ ചെയ്താ നീ കൊല വെട്ടിയിടുന്നത് പോലെ നിന്റെ കൈ ഞാനിങ്ങി വെട്ടിയെടുക്കും, കേട്ടോ? എന്തിനാടാ പട്ടിച്ചങ്ങല? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചുഴലി വരും, അതുകൊണ്ടൊരു ധൈര്യത്തിനാ. അതിനെ ഒരു ഇരുമ്പ് കഷ്ണം അണ്ണാക്കിലോട്ട് കുത്തി കയറ്റിയാ മതി. ഇത് നമുക്ക് വേണ്ട, കേട്ടോ? വെള്ളയ്ക്ക പോലുള്ള ഈ മുഖത്ത് എന്തിനാടാ ഈ കട്ടപ്പമ്മ മീശ? അതൊക്കെ കൂടി ബാക്കിയുള്ള ഒരു ആയുധം, അതും കൂടി പോയാ ഈ ഡയമണ്ട് ജോക്കറായി പോവും. പൊന്നും കൊടുത്ത് എന്താടാ പൊട്ട്? ഉടനെ പോയി മീശ അങ്ങെടുക്കണം, എന്നിട്ടൊന്ന് എണ്ണ പൊത്തി മുങ്ങി കുളിക്കണം. മുഖത്തിന് ഇത്തിരി തെളിച്ചവും കിട്ടും, മണ്ടയ്ക്ക് ഇത്തിരി തണുപ്പും കിട്ടും, കേട്ടോ ഡൈമ? ഒന്ന് തിരിഞ്ഞു നിന്നേ. ഡൈമ ഇന്ന കർത്താവിന്റെ കൃപ കൊണ്ട് നിന്നെ ഒരിക്കൽ കൂടി കാണാനും ഇതുപോലൊന്ന് കൂടാനും കഴിഞ്ഞെന്ന് പറഞ്ഞാ മതിയല്ലോ. നീ അങ്ങ് പോയി. പിന്നെ എന്താ ഉണ്ടായെന്നറിയോ? നിന്നോട് ലോകമുള്ളവരെയൊക്കെ അവന്മാര് തെരഞ്ഞു പിടിച്ച് തല്ലും. രായ്ക്ക് രാമായണം, ഞാൻ നമ്മുടെ ജവളി വെള്ളത്തെ കയറി അങ്ങ് മുങ്ങി ആലപ്പുഴയ്ക്ക്. പിന്നെ എല്ലാം ഒന്ന് നിരപ്പായതിനു ശേഷമാണ് പൊങ്ങിയത്. ഞാൻ കാരണം നിങ്ങളൊക്കെ ഒരുപാട് അനുഭവിച്ചു അല്ലേ? അന്ന് എന്നെ വെട്ടിയവനെയൊക്കെ തടഞ്ഞു നിർത്തി അരിഞ്ഞു വീഴ്ത്താൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ അവൾ എന്നെ തള്ളി പറഞ്ഞപ്പോ മത്തായിച്ച എന്റെ ബലമൊക്കെ പോയി, ഞാൻ തളർന്നുപോയി. അതൊക്കെ കഴിഞ്ഞില്ലേടാ കുഞ്ഞെ. ഒട്ടനെ ചെട്ടി ചതിച്ചപ്പോ ചെട്ടി കെട്ടി ദൈവം കൊടുത്തു. ആ പെണ്ണിന്റെ കല്യാണം മുടക്കിയടാ. ആ മീകച്ചവടക്കാരൻ ചെക്ക വേറെ പെണ്ണ് കെട്ടി. പിന്നെ വടക്കുന്നെങ്ങാണ്ട് ഊരും പേരുമില്ലാത്ത ഒരുത്തനെ തപ്പി പിടിച്ചോണ്ട് വന്ന് അവന്റെ തലക്കങ്ങ് കെട്ടിവെച്ചെന്ന് പറഞ്ഞാ മതിയല്ലോ. അവളുടെ കാര്യം ഒന്നും എനിക്ക് കേൾക്കണ്ട. കൊച്ചാട്ടോ, വേണ്ട അങ്ങോട്ടും നോക്കിയേ.
എന്നാ പിന്നെ പോലീസിൽ അറിയിച്ചാലോ? എന്നിട്ട് വേണം ഈ രാത്രി പോയി നമ്മൾ അതിന്റെ പുറകെ തൂങ്ങാൻ. ഒരു വഴിയുണ്ട്, ഇല്ലേ? ഞാനിപ്പോ വരാം. മാറി ഒന്ന് എഴുന്നേറ്റൊന്നേ. ഞാനിപ്പോ വരാം. അതെ, ബോട്ടിലൊരു കിളി. കിളിയോ? ആ, ലാസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ ആളുകളൊക്കെ പോയി കഴിഞ്ഞപ്പോഴുണ്ട് അങ്ങേയറ്റത്ത് മൂലയിൽ കൂനി കൂടിയിരിക്കുന്നു. കണ്ടിട്ട് പെശകലനാണെന്ന് തോന്നുന്നില്ല. അത് എനിക്കെങ്ങനെ അറിയാം? അലമ്പാക്കല്ലേ, പണി പോകുന്ന കളിയാ. എവിടുന്നാ കയറിയതെന്നോ എങ്ങോട്ടാ പോകുന്നതെന്നോ പറയുന്നില്ല. ഒന്ന് ബോട്ടിൽ നിന്ന് ഇറങ്ങിത്തരാൻ പരമാവധി പറഞ്ഞു നോക്കി, കേക്കണ്ടേ? ഇറക്കുന്ന കാര്യമൊക്കെ ഞാൻ ഏറ്റു. എങ്കിൽ രക്ഷപ്പെട്ടു. ഒന്ന് ഇറങ്ങിക്കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് ഊരിട്ട് തലചായ്ക്കാമായിരുന്നു. ഓരോന്ന് കുറ്റിയും പറിച്ചോണ്ട് പോയൊരു മനുഷ്യരുടെ സ്വൈരം കെടുത്താൻ. താനിവിടെ നിൽക്കേ, ഞാനിപ്പോ വരാം. പേടിക്കണ്ട, ഞാൻ നിന്നെ ഉപദ്രവിക്കാനൊന്നും വന്നതല്ല. ഈ സ്ഥലം ഇത്തിരി മോശമാണ്. സമയമാണെങ്കിൽ പതിര കഴിഞ്ഞു. എവിടെയെന്ന് വെച്ചാൽ ഞാൻ കൊണ്ടാക്കാം. കൊച്ചിൻ്റെ ഒപ്പം പോരെ? എങ്ങോട്ടാടാ മാധവ പാതിരാത്രിക്ക് ഈ കിളിന്ത് പെണ്ണിനെയും കൊണ്ട്? അത് ചോദിക്കാം, നീ ആരാ? ഒരച്ചേച്ചേ പോകത്തുള്ളൂ എന്ന് വാശിയുണ്ടടാ നിനക്ക്? ഒത്തിരി അടുത്ത് ഞാൻ മാറിത്തന്നതേ നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല, വേണ്ടാന്ന് വെച്ചിട്ടാ. വഴി മാറാ. വഴിന്ന് ഞാൻ മാറാം, പക്ഷെ പോകുമ്പോ ടൈമനെ ഈ പെണ്ണിനെയും കൂടെ ഞാനും കൊണ്ടുപോകും. അതിന്റെ കൊക്കേരി കൊണ്ട് നടക്കത്തില്ല. ടൈമൻ ചേട്ടമ്പി, ഏതോ ഒരു തെണ്ടി പെണ്ണിന് വേണ്ടി ചാവാൻ നടക്കുന്നു. നാണവും മാനവും വിറ്റ് വീട്ടിൽ പോടാ, പോടാൻ. നടക്കടി, നടന്നോ. നീ ആരെയും പേടിക്കണ്ട, നിന്നെ ഇവിടെ ആരും ഒന്നും ചെയ്തില്ല. നടന്നോ. ടൈമനെ ചൂട് കളിക്കടാ അങ്ങോട്ട്. നടക്കാൻ.
ആ പെണ്ണു വല്ലതും കഴിച്ചോടാ? കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടുണ്ട്. എത്ര പറഞ്ഞിട്ടും ഒന്നും കഴിക്കുന്നില്ല. ആ അതൊക്കെ വേണേ തിന്നട്ടെ. കൊച്ചാട്ടോ, കണ്ടിടത്തോളം കക്ഷി ഒരു വിളഞ്ഞ വിത്തല്ല. ആള് ക്രിസ്ത്യാനിയാണെന്ന് തോന്നുന്നു. കഴുത്തിലൊരു കുരിശുമാല കണ്ടു. മുക്കുകൊണ്ടായിരിക്കല്ലയോ? ജാതി ഏതായാലും പെണ്ണല്ലേടാ. എനിക്കിപ്പോ ഈ വർഗത്തിനെ പേടിയാ. അച്ഛനെ കൊല്ലിച്ചതും പെണ്ണാ, എന്നെ തൊലച്ചതും പെണ്ണാ. രാമനെ കാട്ടിലയച്ചത് കൈകയാണെങ്കിൽ രാമന്റെ മാനം രക്ഷിക്കാൻ തീ ചാടിയത് സീതയാണ്. സീതയും കൈകയും കൊച്ചാട്ടം ഒരേപോലെ കാണരുത്. എന്നാ വിട്ടു, രാവിലെ കാണാം. സന്തോഷ സൂചകമായി തന്നതെല്ലാം സ്വീകരിച്ച് ഡയമണ്ടിത പോകുന്നു കൊച്ചാട്ട. ഹൈ ഹൈ ഓഹോ സന്തോഷ സൂചകമായി തന്നതെല്ലാം സ്വീകരിച്ച് ഡയമണ്ടിത പോകുന്നു കൊച്ചാട്ട. ഹൈ ഹൈ സന്തോഷ സൂചകമായി തന്നതെല്ലാം സ്വീകരിച്ച് ഡയമണ്ടിത പോകുന്നു കൊച്ചാട്ട. ശീലാവതി കളിക്കാണോടെ? എന്താ നിന്റെ പേര്? പേരില്ല. എവിടാ നിന്റെ നാളെ? അതുമില്ല. എങ്ങോട്ടാ നമുക്ക് പോകണ്ടേ? അറിഞ്ഞൂടാ. പുല്ലേ ഓരോന്ന് ശാപം പോലെ ഒന്ന് കയറിക്കോളും. ചെവി കേൾക്കാമല്ലേ? ഓ ദൈവാധീനം. മേലും കീഴും ഇല്ലാത്തവനാ ഞാൻ. നീ ഇവിടെ നിൽക്കണ്ട, നയിച്ചു. പെണ്ണിന്റെ കണ്ണീര് എന്താ എനിക്കൊരു സഹതാപവുമില്ല. വെട്ടം വീഴുന്ന സ്ഥലം വിട്ടോണം. പിന്നെ ഈ പ്രദേശത്തും കണ്ടുപോരുത്. വന്ന ബോട്ടെ തന്നെ കയറിക്കോ. ഈ കര വിടുന്നവരെ ഒരുത്തനും നിന്നെ ഒന്നും ചെയ്യല. എന്നുള്ള കാര്യം അതെനിക്കറിയത്തില്ല. പാലടച്ചേക്കാം, കുറ്റിയിട്ട് കിടന്നോ. പേടിക്കണ്ട, ഞാൻ പുറത്തുണ്ട്. ആ